ഇന്ന് സ്കന്ദഷഷ്ഠിയുടെ ദിവസം 1 അപ്പോൾ ഞാൻ എല്ലാ സ്കന്ദഷഷ്ഠിയും എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകണമല്ലോ. അപ്പോൾ എരുത്താവൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഞാൻ സ്ഥിരമായിട്ട് പോകാറുള്ളത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ പടിയേറിയാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ വണ്ടിയിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ വണ്ടി വരുന്നെന്നുള്ളവർക്ക് നിങ്ങൾക്ക് നരുവാമൂട് നിന്ന് മുക്കമ്പലമൂട് വരുന്ന റോഡ് കയറി വന്നാൽ മതി. അല്ല ബാലരാമപുരത്ത് നിന്നാണെങ്കിൽ അവിടുന്ന് നിങ്ങൾ കാട്ടാക്കട പോകുന്ന റോഡ് വന്നിട്ട് തിരിഞ്ഞ് ഇഞ്ഞ് വന്നാൽ മതി. അപ്പോൾ എരുത്താവൂർ ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് അകത്തോട്ട് കയറുന്ന റോഡാണ്. ആ റോഡ് അകത്തോട്ട് കയറി കഴിയുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ഈ വണ്ടി പോകുന്ന വഴിയെന്ന്. അപ്പോൾ ആ റോഡ് ഇതേപോലെ ആർച്ചൊക്കെ കാണും. ആ ആർച്ച് കയറി വരുമ്പോൾ എരുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം പടിഞ്ഞാറേ റോഡെന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ റോഡ് കയറിയാൽ മതി. അത്യാവശ്യം തേരിയുള്ള വലിയ ഒരു വഴിയാണ്. അപ്പോൾ ബൈക്കിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾ അപ്പുറം ഇപ്പുറവും കാല് വെച്ചിരിക്കുക, അല്ലാതെ ഒരു സൈഡ് മാത്രം ഇരിക്കരുത്. കാരണം തേരി കയറാൻ ഇത്തിരി പാടാണ്. അപ്പോൾ അങ്ങനെ കയറി വന്നാൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കയറി വരാം. കാറുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് കയറി വരാം. മുകളിൽ കാറ് പാർക്ക് ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ വരുമ്പോൾ രാവിലെ വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു വിഷ്വലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഉച്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. പോരാണ്ട് ഉച്ചയ്ക്ക് നല്ല തിരക്കും കൂടെ ഉണ്ടെങ്കിൽ ഈ വഴിയിൽ നല്ല തേരിയാണ്. അപ്പോൾ വണ്ടി ഇത്തിരി പാടായിരിക്കും കയറാനായിട്ട്. ബട്ട് രാവിലെ വന്നാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് അമ്പലത്തിൽ തൊഴുതിട്ട് പോകാം. വലിയ തിരക്കൊന്നും രാവിലെ കാണത്തില്ല. പിന്നെ പൊതുവേ ഷഷ്ഠിയാണല്ലോ, ഷഷ്ഠിക്ക് നമുക്ക് ഉച്ചയ്ക്ക് അവിടെ നിന്ന് അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാനായിട്ട്. പക്ഷേ ജോലിയുള്ളവർക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ജോലിയുള്ളവരെല്ലാവരും രാവിലെ വരുന്നു, അമ്പലത്തിൽ തൊഴുന്നു, അമ്പലത്തിൽ നിന്ന് തീർത്ഥം കുടിക്കുന്നു, അമ്പലത്തിലുള്ള ചോറ് അവിടുന്ന് മേടിക്കുന്നു, എന്നിട്ട് വരുന്നു. അപ്പോൾ ഞാനിവിടെയാണ് ബൈക്ക് പാർക്ക് ചെയ്യാൻ വച്ചത്, കുറച്ച് താഴെ. കാരണം മുകളിൽ നല്ല തിരക്കാവുന്നുണ്ട്. പിന്നെ അമ്പലത്തിലേക്ക് അങ്ങ് കയറി. അമ്പലത്തിൽ സ്കന്ദഷഷ്ഠിയുടെ ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എരുത്താവൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ട്? നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് അമ്പലം. നമുക്ക് തീരെ ചെറിയ അമ്പലമൊന്നും പറയാൻ പറ്റത്തില്ല. പൊതുവേ ഞാൻ പടി കയറിയാണ് ഇവിടെ വരാറ്. അപ്പോൾ പടി കയറി വന്ന് കിട്ടുമ്പോൾ ഉള്ളൊരു ഫീല് വേറെയാണ്. അമ്പലത്തിൽ വന്നിട്ട് ആദ്യം നേരെ പോയിട്ട് ആ ഒരു അന്നദാന കൂപ്പൺ അങ്ങ് എടുത്തു. കാരണം നല്ല ക്യൂ ആയിരിക്കും ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ അർച്ചനയ്ക്കും ഇതിനൊക്കെ. അവരിപ്പോൾ നേരത്തെ പേപ്പറിൽ പൊതിഞ്ഞ് തന്നെങ്കിൽ അവരിപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാണ് തരുന്നത്. അത് നന്നായിരുന്നു. നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ട് തോന്നി ഈ ഒരു ഷഷ്ഠി മുതൽ. ഇതാണ് വിഷ്വൽ അമ്പലത്തിൻ്റെ ഏറ്റവും ടോപ്പ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പില്ലേ, ഈ സ്റ്റെപ്പ് കയറിയാണ് പൊതുവെ ഞാൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഒരു വെറൈറ്റിക്കാണ് വണ്ടി പിടിച്ചത്. നല്ല വിഷ്വലാണ്. രാവിലെ ഒരു 6-7 മണിക്കൊക്കെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു മലനിരകളും ആ ഒരു തണുപ്പും എല്ലാം നമുക്ക് ആസ്വദിക്കാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു അമ്പലത്തിൽ വരാൻ ശ്രമിക്കുക. നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു അമ്പലത്തിൻ്റെ വീഡിയോ ആയിട്ട് കാണാം.